തിരുവനന്തപുരത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമങ്ങാട് സ്വദേശി സതീഷ് കുമാറാണ് മരിച്ചത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തു സംഭവിച്ചു എന്നാണ് പോലീസ് അറിയിക്കുന്നത്? ഇതിൽ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ സൂചനകൾ എന്തെങ്കിലും ലഭ്യമാണോ? വിജയകുമാർ, ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അതായത് നെടുമങ്ങാട് നെട്ട സ്വദേശി രതീഷ് കുമാറിനെയാണ് വീടിനകത്തെ ഹോളിൽ മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. ഇയാൾ ഈ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്നു. അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാളുടെ പതിവ്. അടുത്ത ബന്ധു 2 ദിവസമായി സതീഷ് കുമാറിനെ കാണാത്തതിനാൽ വീടിന്റെ അടുക്കള വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോഴാണ് അകത്ത് കയറി സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ അപ്പോഴാണ് ഈ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ഈ ആദ്യഘട്ട ഇൻക്വസ്റ്റിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഇയാളുടെ തലയ്ക്കൊരു ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ വിധത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.